വെൽക്കം ബാക്ക് ടു സ്വീറ്റ് സ്ട്രോസ്. കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കൊണ്ട് നിറയാണ് ഇന്ന് ഈ പത്രങ്ങളും മീഡിയകളും എല്ലാം. എല്ലാം വന്ന് നിൽക്കുന്നതാവട്ടെ 10-നും 30-നും ഇടയിലുള്ള ചെറുപ്പക്കാരും അവരുടെ കൈവിട്ട കളികളും. കുറെ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കേരളത്തിന് ഇതെന്താണ് സംഭവിച്ചത്? നമ്മുടെ തലമുറയ്ക്ക് എന്താണ് പറ്റിയത്? വളരെ മോശം ജനറേഷൻ. എല്ലാത്തിനും കാരണം സിനിമകളാണ്, രാഷ്ട്രീയമാണ്, കാലമാണ്. അങ്ങനെ 100-ലേറെ കാരണങ്ങൾ ചിതറിക്കിടക്കുന്നു. സ്വയം വിരൽ ചൂണ്ടപ്പെടുവാൻ സാധ്യതയില്ലാത്ത കാരണങ്ങൾ മാത്രം ചെറുകിയെടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമം തടിതപ്പുകയാണോ? എന്തായിരിക്കും ഈ കൊടും ക്രൂരതയും നിഷ്ഠൂരതയും നമ്മുടെയൊക്കെ യൂത്ത് ജനറേഷന് വൈബിന്റെ ഭാഗമായത്? സിനിമയാണോ, ലഹരിയാണോ, അത് 2K വൈബാണോ? ഏതൊരു മനുഷ്യനും സ്വയം ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ഏജ് നമ്മൾ ആ സൊസൈറ്റിയുടെ ഒരു പാർട്ടാണെന്ന് തോന്നി തുടങ്ങും. എസ്പെഷ്യലി ഒരു 10-നും 18-നും ഏജിന്റെ ഇടയ്ക്ക് ദേ സ്റ്റാർട്ട് ടു സീക്ക് ഫോർ അക്സെപ്റ്റൻസ്. എനിക്കൊരു കാര്യം തോന്നുന്നത്, ഈ റീസെന്റ് ആയിട്ട് കേട്ട ഈ ന്യൂസ് ഒക്കെ വെച്ച് ഈ 2K കിഡ്സിനെ പഴിക്കാൻ നിൽക്കാതെ അവരുടെ പ്രോബ്ലംസ് എന്താന്ന് പ്രോപ്പറായിട്ട് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് ഒരുപക്ഷെ നമ്മുടെ ജനറേഷനിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ അവരുടെ പ്രോബ്ലംസ് ലാക്ക് ഓഫ് അക്സെപ്റ്റൻസ് ആയിരിക്കും. നമ്മൾ പണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അക്സെപ്റ്റൻസ് തന്നെയാണ്. ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ 10-നും 12-നും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി ഇടപെടുന്ന ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, സ്കൂളില്, ഫ്രണ്ട്സിന്റെ ഇടയിൽ, കസിൻസിന്റെ ഇടയിൽ, കളിക്കാൻ പോകുന്നിടത്തായിക്കോട്ടെ, എല്ലായിടത്തും അക്സെപ്റ്റൻസ് സീക്ക് ചെയ്യുന്ന ഒരു ഏജ് ഉണ്ട്. ആ ഒരു ഏജിനെ മുതിർന്നവർ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് അവർ എങ്ങനെയും നേടാനായിട്ട് ശ്രമിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അക്സെപ്റ്റൻസ് ഏറ്റവും കൂടുതൽ അനിവാര്യമാണെന്ന് തോന്നുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ 10 to 22 വരെയുള്ള. അക്സെപ്റ്റൻസ് പല മേഖലകളിലും ഏജ് ഗ്രൂപ്പിലും ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്കൂളിൽ അവിടുത്തെ ക്ലാസ്സിൽ ഏകദേശം ഒരു 30-40 സ്റ്റുഡൻസ് ഉണ്ടാകും. അതിൽ പഠിക്കുന്നവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാകും, ടീച്ചേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും. പഠിത്തത്തിൽ അധികമില്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ്, മ്യൂസിക്, ഡാൻസ്, ഇതിലെല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും. കൂടുതലായിട്ട് സംസാരിക്കാൻ കഴിവുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും. എന്നാൽ ഇതിലൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ അക്സെപ്റ്റഡ് ആകാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് കാറ്റഗറി കുട്ടികളുണ്ടാകും. ഈ കുഞ്ഞുങ്ങളുടെ ഈ മനസ്സിലെ ഈ ചിന്തയെ മനസ്സിലാക്കുകയോ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യാൻ പറ്റാത്ത പേരൻസോ ടീച്ചേഴ്സോ ഉണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും അക്സെപ്റ്റൻസ് നേടിയിട്ടുണ്ടാവും. ആ അക്സെപ്റ്റൻസ് നേടിയിരിക്കുന്നത് എവിടാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതൊരു പക്ഷെ ഒരു സീക്രട്ട് ഗ്യാങ് ആയിരിക്കും, ഒരു 5-4 ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് ആയിരിക്കും, അവിടെ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളായിട്ടായിരിക്കും. അവിടെ അതായിരിക്കും അവന് ഹീറോയ്ക്കായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ മോശം കാര്യങ്ങളിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായിട്ട് ശ്രമിക്കുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് പേര് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോഴത്തെ തലമുറ കൂടുതലായിട്ടാണെങ്കിൽ സിനിമകളിലും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഹീറോ എന്താണോ കാണിക്കുന്നത് ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ സൊസൈറ്റിയുടെ മുമ്പിൽ അവരും ഒരു പാർട്ടാണെന്ന് കാണിക്കാനായിട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിൽ താനും ഒരു വലിയൊരു പാർട്ടാണ്, ഒരു ഇമ്പോർട്ടന്റ് വ്യക്തിയാണെന്ന് സ്വയമേ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ അക്സെപ്റ്റൻസ് തേടി പോകുന്ന നമ്മുടെ ഈ പുതിയ തലമുറ ചെന്നെത്തുന്നത് അവരെക്കാൾ മുതിർന്നവരായിട്ടുള്ള കുറച്ച് ഗ്യാങ്ങിന്റെ അടുത്തായിരിക്കും. അത് നമ്മൾ കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്ത ഒരു ഗ്യാങ് ആയിരിക്കും. അതൊരു പക്ഷെ ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരായിരിക്കാം, മോശമായിട്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സ് ആയിരിക്കാം. അവിടെയൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ മോശമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും അവർക്ക് അതൊരു അക്സെപ്റ്റൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടാകുന്നത്. അവർക്ക് പല ഗ്രൂപ്പുകളിലും ഇൻവോൾവ് ആയി പോകാത്തോണ്ട് തന്നെ ഇവിടെ അക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ ഇവർക്ക് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവർക്ക് ഹീറോയ്ക്കായിട്ട് തോന്നിയേക്കാം. ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പാണല്ലോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കാം, അത് സിഗരറ്റ് വലിക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുന്നതിലായിരിക്കും, അവരുടെ ആ ഒരു ഗ്യാങ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിലായിരിക്കും, അതിലായിരിക്കും അവർ അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഇതിൽ അവർ ഹീറോയ്ക്ക് ആണെന്ന് അവർ സ്വയമേ വിശ്വസിക്കുന്നു. ഈ ഹീറോയ്ക്ക് മോഡ് റെപ്രസെന്റ് ചെയ്ത് കിട്ടുന്നത് ഒരുപക്ഷെ സിനിമ ആയേക്കാം. അത് സിനിമകളുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും വില്ലനെ മാസാക്കി കാണിക്കുന്ന പടങ്ങളാണ് മിക്കതും. ക്ലൈമാക്സ് സീനിൽ തിരുത്തപ്പെടാത്ത റോങ് മെസ്സേജസ് കൺവേ ചെയ്തിട്ടുള്ള പല പടങ്ങളും ഉണ്ട്. അത് ഇവരെ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്നത്. വേറൊരു കാര്യമുണ്ട്, 90s അല്ലെങ്കിൽ 80s കിഡ്സിൽ നമുക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 16 to 18 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ അക്സെപ്റ്റൻസിന് വേണ്ടി സീക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു 10 വയസ്സാകുമ്പോൾ തൊട്ട് അവർക്ക് അക്സെപ്റ്റൻസിന് വേണ്ടി അവർ സീക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടാതെ വരുമ്പോഴാണ് ഇപ്പം നമ്മളാണെങ്കിൽ കേൾക്കുന്ന പല ന്യൂസുകളും 10-11
3 വയസ്സുള്ള കുട്ടികളാണ് ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിനെയൊക്കെ ചുരുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പേരൻസും ടീച്ചേഴ്സും ഒക്കെ അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അവര് കുട്ടികളാണ്, കുഞ്ഞുങ്ങളല്ലേ, ഒന്നും അറിയത്തില്ല എന്ന് ചിന്തിക്കാതെ 10 വയസ്സുകാരനായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് വേണ്ടുന്ന ഫീൽഡിൽ ആക്സെപ്റ്റൻസും കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പുറത്തൊരു ആക്സെപ്റ്റൻസ് തേടി പോകുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ സിലബസുകളാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലും വർക്കിനും കരിയറിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കുറെ സിലബസുകൾ. എന്നാൽ മോറൽ ക്ലാസ്സസിന് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോറൽ ലെസൺസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ നീഡ്സ്, വൈ ഷുഡ് വി റെസ്പെക്ട് ഈച്ച് അതർ, വാട്ട് ആർ ദ മീൻസ് ഓഫ് റെസ്പെക്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ മനുഷ്യനും അവൻ മനുഷ്യനായിരിക്കെ അവന്റെ ഇമോഷൻസ് എന്താണ്, അവന്റെ ആവശ്യങ്ങൾ എന്താണ്, അവന്റെ അടിസ്ഥാനമായിട്ടുള്ള ഇമോഷൻസ് എന്തൊക്കെയാണ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുക, കൂടെയുള്ള ഒരാൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചിരിക്കുന്നതിനോടൊപ്പം തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ള സഹജീവികളെയും അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൊസൈറ്റി എത്ര ഫേക്ക് ആണെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 18 വയസ്സ് പോലും തികയാത്ത കുട്ടികളാണ് സോഷ്യൽ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ പകുതിയും ഒറിജിനൽ അക്കൗണ്ട്സ് അല്ല, ഫേക്ക് അക്കൗണ്ട്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഒറിജിനൽ അക്കൗണ്ട് അല്ല, ഒരു ഫേക്ക് ഒരു മുഖംമൂടിയാണ് വേണ്ടത്. ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണല്ലോ അവർക്ക് പറയേണ്ടത്, അവരുടെ മനസ്സിലുള്ള തോട്ട്സ് ഒക്കെ ആണെങ്കിലും അത് വികൃതമായിട്ടുള്ള രീതിയിലാണെങ്കിലും മോശമായിട്ടുള്ള രീതിയിലാണെങ്കിലും അവർ ആ ഫേക്ക് അക്കൗണ്ട് വെച്ച് കമന്റുകളും മെസ്സേജുകളും ഇടാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട്സ് ആണെങ്കിലും മോശമായിട്ടുള്ള രീതിയിലും തെറ്റായിട്ടുള്ള വഴികളിൽ കൂടെയും അവരെ നയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ എന്ന വ്യക്തി നല്ലതാണോ ചീത്തയാണോ, പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ എന്ന് പോലും ഉറപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. അതിനെ കൂടി നമ്മൾ കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഒരു ലോകത്ത് മനുഷ്യരെല്ലാം ഡിഫറെന്റ് ആണ്, എന്നാൽ വാല്യുബിൾ ആണ് എന്ന ഈ ഒരു തിയറി എല്ലാ സിലബസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും അല്ലേ? ഇത് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം കുട്ടികളില്ല എന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു 2K കിഡ് ആണെങ്കിലും മാറപ്പെടേണ്ടതായിട്ടുള്ള സിലബസുകളെ കുറിച്ചാണെങ്കിലും ഒരു ടോക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും അഭിമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം സമൂഹത്തിൽ ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന ഒരുപക്ഷം ആൾക്കാർക്ക് പറയാൻ മടിയുള്ള ഒരു കാര്യമായിരിക്കും സമൂഹത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇൻഫ്ലുവൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത് ഓട്ടെ ഇരുട്ടുകൊണ്ട് അടയ്ക്കുന്നത് പോലെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിക്കും നമ്മൾ നല്ല പടങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല, അതുപോലെ തന്നെയാണ് മോശം പടങ്ങളും. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹീറോയ്ക്കായിട്ടുള്ള ഒരു പടം കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുറച്ച് സമയത്തെങ്കിലും നമുക്കാണെങ്കിൽ നമ്മളൊരു ഹീറോ ആണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമ്മളെ റിലേറ്റ് ചെയ്യുന്ന കുറെ സിറ്റുവേഷൻസ് ഉള്ള നമ്മളെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മൂവി ആണെന്നുണ്ടെങ്കിൽ മൂവി കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു വിഷമം കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്കത് നിൽക്കും. ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഇൻഫ്ലുവൻസ് ആകപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചിരിക്കും ആ ഒരു പടം ഇൻഫ്ലുവൻസ് ആകുന്നത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ്. അതായത് സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ, സാമാന്യം പുറത്തുനിന്ന് ലഹരിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മൂവി കണ്ടിട്ട് വില്ലൻ ഹീറോയെക്കാളും വാഴ്ത്തപ്പെടുമ്പോൾ, ചെയ്ത തെറ്റുകൾ സിനിമയിൽ നിന്ന് തിരുത്തപ്പെടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സമൂഹത്തിനൊരു ഭാഗമാണ്, വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, തെറ്റുകളൊന്നും ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ടാണ് ഈ സിനിമയിൽ കൂടെ ആണല്ലോ പുള്ളിക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇയാൾ ഓൾറെഡി ലഹരിയിൽ ഏർപ്പെട്ടിട്ടായിരിക്കും ഈ സിനിമ കണ്ടിരിക്കുന്നത്. ആ സിനിമ റിസീവ് ചെയ്തിരിക്കുന്നതും സ്വന്തമായ നല്ല ബോധത്തോടെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് സിനിമയ്ക്കാണെങ്കിലും ഒരാളുടെ മേൽ ഇൻഫ്ലുവൻസ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, നമ്മൾ 90s കിഡ്സും 80s കിഡ്സും 2K കിഡ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ, തലമുറകളെ കുറ്റപ്പെടുത്താതെ, നമ്മുടെ ജനറേഷൻ അപ്ഗ്രേഡ് ആകുന്നതിനനുസരിച്ച് തന്നെ അപ്ഗ്രേഡ് ആകാത്ത സൊസൈറ്റിയും സിലബസും നല്ല ചുറ്റുപാടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയപ്പെടേണ്ടതായിട്ടുള്ള, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സൊസൈറ്റിയുമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ ജനറേഷൻസ് അപ്ഗ്രേഡ് ആകുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സൊസൈറ്റിയും സിലബസും ചുറ്റുപാടും എല്ലാം അപ്ഗ്രേഡ് ആവട്ടെ. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കുക. അപ്പൊ അടുത്തൊരു നല്ലൊരു കണ്ടന്റുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.